തിരുവനന്തപുരം പാറശാല പരശുവയ്ക്കലിൽ പിതാവിൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണ് ഒരു 4 വയസ്സുകാരൻ മരിച്ചു. പനേറക്കൽ സ്വദേശികളായ രജിൻ ധന്യ ദമ്പതികളുടെ മകനായ ഇമാനാണ് ഇങ്ങനെ മരിച്ചത്. കഴിഞ്ഞ ദിവസമുണ്ടായ അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ കുഞ്ഞിന് ചികിത്സ ഉണ്ടായിരുന്നു. സലീം മാലിക്ക കൂടുതൽ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. സലീം, ഗുഡ് മോർണിംഗ്, പറയും. SKN വളരെ സങ്കടപ്പെട്ട വാർത്തയാണ്. ഇന്നലെ രാത്രിയോടുകൂടി തന്നെ നമ്മൾ ഈ വാർത്ത അറിഞ്ഞതാണ്. പക്ഷേ അപ്പോൾ നമുക്ക് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിന് ചില തടസ്സങ്ങളുണ്ടായിരുന്നു. കാരണം ഈ കുട്ടിയുടെ മാതാവ് ഈ മരണവിവരം അറിഞ്ഞിരുന്നില്ല. രാത്രിയോടുകൂടി മാത്രമാണ് കുട്ടിയുടെ മാതാവിനെ ഈ മരണവിവരം അറിയിച്ചത്. അതുകൊണ്ട് ഈ വാർത്ത നമുക്ക് നൽകിയവർ തന്നെ ഇന്ന് രാവിലെയോടുകൂടിയേ ഈ വാർത്ത പുറത്തേക്ക് അറിയിക്കാവൂ എന്ന് പറഞ്ഞതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് നമ്മൾ ആ വാർത്ത ഇപ്പോൾ പുറത്തുവിടുന്നത്. ഇന്നലെ രാവിലെയോടുകൂടിയായിരുന്നു ഈ കുട്ടിക്ക് ഈ അപകടമുണ്ടാകുന്നത്. നഴ്സറിയിലേക്ക് പോകാനായി കുട്ടിയുടെ പിതാവ് ഈ കുട്ടിയെയും 4 വയസ്സുള്ള കുട്ടിയാണ്. കുട്ടിയുടെ പിതാവ് കുട്ടിയെയും എടുത്തുകൊണ്ട് പോകുന്നതിനിടയിൽ കുഞ്ഞിൻ്റെ കളിപ്പാട്ടത്തിൽ ചവിട്ടി പിതാവ് താഴെ വീഴുകയായിരുന്നു. പിതാവ് വീണയുടൻ പിതാവിൻ്റെ കയ്യിൽ നിന്നും കുട്ടി തെറിച്ചു വീണതിന് ശേഷം തലയിടിച്ച് പിന്നീട് ഉടൻ തന്നെ തിരുവനന്തപുരത്ത് SIT ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മണിക്കൂറുകൾ നീണ്ട പരിശ്രമം ഡോക്ടർമാരുടെ ഭാഗത്ത് നിന്നുണ്ടായി. ശസ്ത്രക്രിയ ഉൾപ്പെടെ നടത്തി. പക്ഷേ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഇമാൻ എന്നാണ് ഈ കുട്ടിയുടെ പേര്. പരശുവയ്ക്കൽ പനേറക്കൽ സ്വദേശികളായ രജിൻ ധന്യ ദമ്പതികളുടെ ഒരേയൊരു മകനാണ് ഇമാൻ. നേരത്തെ ഈ കുട്ടി ഈ അമ്മയുടെ കയ്യിൽ നിന്നും ഈ പിതാവ് വാങ്ങിയതിന് ശേഷം കുട്ടിയെ നഴ്സറിയിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരുക്കമായിരുന്നു. അതിനിടയിലാണ് ഈ ദാരുണ സംഭവം ഉണ്ടായത്. പിതാവിന് കാര്യമായ പരിക്കുകൾ ഉണ്ടായതുമില്ല. അതിനിടയിലാണ് ഈ കുഞ്ഞ് തറയിലേക്ക് തെറിച്ചു വീഴുകയും തലയിടിക്കുകയും ചെയ്തത്. അങ്ങേയറ്റം ദാരുണമായ സംഭവമാണ് ഉണ്ടായത്. SKN. ഓക്കെ, സങ്കടകരമായ സാഹചര്യമാണ്. എന്തായാലും കുട്ടികളെ നമ്മൾ നോക്കുമ്പോൾ കുറച്ചുകൂടെ ശ്രദ്ധ നമുക്ക് വേണമെന്നുള്ളതാണ്. കാരണം ഒരുപക്ഷെ ഈ അപ്പൂപ്പൻ ഈ കുട്ടിയെ സംരക്ഷിക്കുന്നതിൽ പിഴവ് വരുത്തി എന്നല്ല ഞാൻ പറഞ്ഞത്. ആ കുട്ടിയെ ഒരുപക്ഷെ അദ്ദേഹത്തെ ഒരു പ്രേക്ഷകൻ പറയുകയായിരുന്നു, ജീവിതാന്ത്യം വരെ ഈ വേദന അദ്ദേഹത്തെ വേട്ടയാടും. അതിൽ യാതൊരു സംശയവുമില്ല. കാരണം നമ്മുടെ കയ്യിൽ നിന്ന് പറ്റിയ ഒരു പിഴവ് കൊണ്ട് ഒരു കുഞ്ഞു മരിക്കുക, അത് നമുക്ക് ഒരുപക്ഷെ താങ്ങാൻ കഴിഞ്ഞൊന്നും വരില്ല.